ഇന്നത്തെ റെസിപ്പിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റാഗി കൊണ്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ നിങ്ങൾ ഇത് കാണുന്ന ആരായാലും റാഗി വാങ്ങിച്ച് ഇതുപോലെ വൈകിട്ട് കുട്ടികൾക്കൊക്കെ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഈ ഒരു പലഹാരം ഒന്ന് ശരിയാക്കി കൊടുക്കണം. അപ്പോൾ ഇതിലെ ചേരുവകൾ എന്തൊക്കെയാണെന്നൊക്കെ വഴിയേ നമുക്ക് മനസ്സിലാവും. അപ്പോൾ വീഡിയോയിലോട്ട് തന്നെ അങ്ങ് പോകാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ റാഗി ഇലയുടെ ഉണ്ടാക്കാനായിട്ട് നല്ലതുപോലെ പഴുത്ത 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിന് 1 ഗ്ലാസ് റാഗി പൊടിച്ചത്. അപ്പോൾ റാഗി എന്ന് പറയുമ്പോൾ ഇത് കൂവരക അല്ലെങ്കിൽ റാഗി വാങ്ങിച്ച് നല്ലതുപോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി അത് മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചതാണ്. അപ്പോൾ ഈ റാഗി നമ്മൾ നേരിട്ട് പൊടി വാങ്ങിക്കുന്നതിലും നല്ലത് ഇങ്ങനെ വാങ്ങിച്ച് കഴുകണം. അപ്പോൾ കഴുകുമ്പോൾ നല്ല അഴുക്കാവുള്ളത്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യാമെങ്കിൽ അത് നല്ലതാണ്. അങ്ങനെ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ 1 ഗ്ലാസ് റാഗിപ്പൊടിയുണ്ട്. അതുപോലെ തന്നെ ഒരു 100 ഗ്രാം ശർക്കരയുണ്ട്. ശർക്കര എന്ന് പറയുമ്പം മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഈ ശർക്കര ഒന്ന് ഉരുക്കണം, ഈ പഴം ഒന്ന് അരിഞ്ഞെടുക്കണം. ഇനിയിപ്പം നമുക്ക് ശർക്കര പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വെള്ളം വേണ്ട. ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഇനിയിപ്പം പാത്രം സ്റ്റൗവിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മുടെ വീട്ടിൽ ഇപ്പം അണ്ടിപ്പരിപ്പോ കപ്പലണ്ടിയോ അല്ലെങ്കിൽ ബദാമോ എന്തെങ്കിലും ഡ്രൈ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതൊന്ന് വറുത്തൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ചതച്ചിട്ട് കഴിഞ്ഞാൽ അതും ഈ ഇലയുടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിഞ്ഞ് കോരിയെടുക്കാം. ഇനിയിപ്പോൾ ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം അങ്ങ് ഇട്ട് കൊടുക്കുക. കുറച്ചു നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതൊന്ന് വെന്ത് കിട്ടും. നല്ലതുപോലെ പഴുത്ത പഴമായതുകൊണ്ട്. അപ്പോൾ ഈ സമയം നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒന്ന് അരിച്ചിതിലേക്ക് ഒഴിക്കാം. ചെറിയ പൊടികളൊക്കെ ഉണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് 1/2 മുറി തേങ്ങ തിരുമ്മിയതും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഏലക്കായും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചത് അതങ്ങിട്ട് കൊടുക്കാം. അപ്പോൾ തവി കൊണ്ട് നമ്മൾ ഏത്തപ്പഴം ഒന്ന് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഈ സമയത്ത് ഇതിപ്പം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അല്പം ചുക്ക് പൊടിച്ചതും കൂടെ അങ്ങോട്ട് കൊടുക്കാം. വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഇത്തരം പലഹാരങ്ങൾ കൊടുത്ത് ശീലിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും റാഗി കൊണ്ടുള്ളതാവുമ്പോൾ. റാഗി, കൂവരക, പഞ്ഞിപ്പുല്ല്, മുത്താറി, പല ജില്ലകളിലും പല പേരാണ് വിളിക്കുന്നത്. പൊതുവിൽ നമ്മൾ റാഗി എന്ന് പറയും. ഈ സമയം നമ്മുടെ റാഗിപ്പൊടിയും കൂടെ അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ റാഗി പൊടി എന്ന് പറയുമ്പോൾ വറുത്തതല്ലല്ലോ. അപ്പോൾ ഈ
ശർക്കരപ്പാനിയിൽ കിടന്ന് ഇത് നല്ലതുപോലെ ശരിയായിക്കോളും. തീ വളരെ കുറച്ച് വെച്ചേക്കണം, അതൊന്ന് ഓർക്കണം. ഇതിന് നല്ലൊരു മണമാണ്. നമ്മൾ കൂടുതലൊന്നും ഇത് ശരിയാക്കുന്നില്ല, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഈ സമയം നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പുണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഈ രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് പൊടിച്ചെടുത്ത്. ഇതിപ്പോൾ ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ബാക്കി ചേരുവകളെല്ലാം തന്നെ ധാരാളം. ഇപ്പോൾ ഈ നമ്മുടെ ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ആ ഒരു പരുവാകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. എത്ര എളുപ്പമാണ് ഇതെന്ന് പറയുമ്പം ചൂടാറുന്ന ഒരു താമസമേ ഉള്ളൂ. ആവി വരുത്താനും എളുപ്പമാണ്. ഇത് എല്ലാം വെന്ത സാധനങ്ങളാണല്ലോ. ഇപ്പോൾ ഇതൊന്ന് ചൂട് മാറുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റാഗി ഏത്തപ്പഴം മിക്സ് ചൂടൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വയണയിലയും വാഴയിലയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വാഴയില ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ടുണ്ട്. വയണയിലയെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കൈ നല്ലതുപോലെ വൃത്തിയായി കഴുകിയതിന് ശേഷം കൈ ഇതുപോലെ ഒന്ന് നനയ്ക്കുക. നനച്ച് ഇല ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇതുപോലെ കോൺ ഷേപ്പായതിന് ശേഷം കുറച്ച് മാത്രം ഇതുപോലെ ഇതിലേക്കങ്ങ് വെക്കുന്നു. എന്നിട്ട് ഇങ്ങനെ താഴോട്ടാകുമ്പോൾ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ ഈ വയണയിലയും കൂടെ ആയപ്പം പിന്നെ പറയുകയും വേണ്ട. എന്നിട്ട് ഇവിടുന്നും ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് വെക്കുക. ഇവിടുന്ന് ഇതിനകത്തോട്ട് എടുത്ത് ഇങ്ങനെ അങ്ങ് വെക്കുക. കണ്ടോ? ഇനിയിപ്പം ഒന്നുകൂടെ ഞാൻ റെഡിയാക്കി കാണിക്കാം. കൈ നല്ലതുപോലെ നനച്ചതിന് ശേഷം ഇത്രയേ ഉള്ളൂ. ഒരല്പം എടുക്കുന്നു, കുറച്ചായിട്ട് മതി. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഒന്ന് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ആവത്തക്ക രീതിയിൽ ഇപ്പോൾ ഇങ്ങനെ ആവും. എന്നിട്ട് ഇതിനകത്തോട്ട് അങ്ങ് വെച്ച് കൊടുക്കുന്നു. ഇതും ഇതിനകത്തോട്ട് അങ്ങ് വെച്ച് കൊടുക്കുന്നു. അപ്പം ഇതുപോലുള്ള ഷേപ്പില്ലേലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇലയിലും കൂടെ ഒന്ന് കാണിക്കാം. ഇതുപോലെ മടക്കി ഇതുപോലൊരു ഷേപ്പാക്കി. ഷേപ്പൊന്നും വേണമെന്നില്ലല്ലോ, എങ്കിലും ഒരു ഭംഗിക്ക് വേണ്ടി ഇതുപോലെ അങ്ങനെ എല്ലായിടും ആവത്തക്ക രീതിയിൽ ഒന്ന് പരത്തുന്നു. എല്ലാം പരത്തി എടുത്തിട്ട് കാണിക്കാം. അങ്ങനെ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി പാത്രത്തിലെ വെള്ളം നല്ലതുപോലെ തിളച്ച് കിടക്കുന്നുണ്ട്. അതിലേക്ക് ഇതെല്ലാം പറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ വയണയിലയിൽ പരത്തിയെടുത്തത് നല്ല പെർഫെക്റ്റ് ഷേപ്പായിട്ട് കിട്ടിയത്, നമ്മുടെ സമോസ പോലെ എല്ലാം ഇനി പറക്കി വെച്ച് കൊടുക്കാം. വാഴയിലയിൽ കുഴപ്പമില്ല, മറ്റേതായ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഷേപ്പിലും ഒന്ന് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്.
ഇതിനിപ്പോൾ ഒരു 10-15 മിനിറ്റ് മതി. കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം വെന്ത സാധനങ്ങളാണല്ലോ. അപ്പോൾ ഈ ഇലയെല്ലാം ഒന്ന് വാടി ഈ വയണ ഇലയുടെ മണമൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ് കാണാം. അപ്പം ഏകദേശം അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതിന് എന്തോ നോക്കാം. എന്തൊരു മണം! വയണയിലെ ഈ അടുക്കള മുഴുവൻ നല്ല മണമായിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയിട്ട് കാണിക്കാം. അപ്പോൾ അങ്ങനെ എല്ലാം നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം എടുത്തൊന്ന് നോക്കാം. കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ റാഗി കൊണ്ട് വൈകുന്നേരം 4 മണിക്കൊക്കെ പിള്ളേർക്ക് ഇതുപോലെ ഒന്ന് ശരിയാക്കി കൊടുക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത് കേട്ടോ. അപ്പോൾ വയണയില ഉണ്ടെങ്കിൽ അതിൽ ശരിയാക്കിയാൽ ഏറ്റവും നല്ലത്. എത്ര മണമാണെന്നറിയാമോ ഈ ഒരു വയണയിലയിൽ നമുക്ക് ശരിയാക്കി കഴിഞ്ഞാൽ. മണവും ഗുണവും, വയണയിലയുടെ ഗുണവും റാഗിയുടെ അല്ലെങ്കിൽ കൂവരകൻ്റെ ഗുണവും ഒന്നും ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഇതുപോലെ ശരിയാക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എല്ലാവരും ശരിയാക്കണം. അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക. അപ്പം ഓക്കേ.